നമസ്കാരം. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി വിവാദം സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ കണ്ടെത്തിയതോടെ പിണറായി സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. ദേവസ്വം മരാമത്ത് ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ച രേഖകൾ വിജിലൻസ് കണ്ടെത്തിയതോടെ നേരത്തെ പറഞ്ഞത് വിഴുങ്ങേണ്ട സ്ഥിതിയിലാണ് ദേവസ്വം ബോർഡ് അധികൃതർ. വിജയ് മല്യ 1999 വഴിപാടായി 30 കോടിയിലേറെ സ്വർണമാണ് നൽകിയതെന്നും ഈ സ്വർണം ഉപയോഗിച്ച് ആ വർഷം തന്നെ ശബരിമലയിലെ മേൽക്കൂര, ശ്രീകോവിൽ, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയ്ക്ക് സ്വർണം പൂശിയെന്നുമാണ് പിടിച്ചെടുത്ത രേഖയിലുള്ളത്. അറ്റകുറ്റപ്പണികൾക്കായി തനിക്ക് ലഭിച്ചത് സ്വർണം പൂശാത്ത ചെമ്പ് തകിടായിരുന്നുവെന്ന് സ്പോൺസർമാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതാണ് ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ പാളിയിലെ സ്വർണത്തിന് മങ്ങലുണ്ടെന്ന് പറഞ്ഞ് സ്വർണം പൂശാൻ കൊണ്ടുപോയെങ്കിൽ നേരത്തെയുള്ള സ്വർണത്തിന് എന്തു സംഭവിച്ചുവെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ സ്വർണം മോഷണം പോയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ദേവസ്വം ബോർഡ് അധികൃതരുടെ പിന്തുണയില്ലാതെ ഇത് സംഭവിക്കുമെന്ന് കരുതാനാവില്ല. സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ തുടക്കത്തിൽ അതിനെ നിസ്സാരവൽക്കരിക്കാനാണ് ദേവസ്വം ബോർഡും വകുപ്പ് മന്ത്രിയും മറ്റും ശ്രമിച്ചത്. തന്നെ ചിലർ കള്ളനാക്കാൻ ശ്രമിക്കുകയാണെന്ന് വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയുണ്ടായി. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് വന്നതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇതെല്ലാമെന്ന് തെളിയുകയാണ്. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കാവില്ലല്ലോ. ശരിയായ അനുമതിയോടെയല്ല ഇത് ചെയ്തതെന്ന് ഹൈക്കോടതിയും പറയുകയുണ്ടായി. ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ദേവസ്വം ബോർഡിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങളുടെയും മറ്റും കാര്യത്തിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ദ്വാരപാലക ശില്പത്തിന്റെ പീഠത്തിലും തിരിമറി നടന്നു. ഇതിനെല്ലാം കോടതിയിലും ജനങ്ങളോട് മറുപടി പറയാൻ സർക്കാരും ദേവസ്വം ബോർഡും ബാധ്യസ്ഥമാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ സ്വർണ്ണ കവർച്ചയ്ക്ക് ഇക്കൂട്ടരും പിന്തുണ നൽകിയെന്ന് കരുതേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ശബരിമലയുടെ മറവിൽ ദേവസ്വം അധികൃതരുമായി ഒത്തുകളിച്ച് പല സാമ്പത്തിക ഇടപാടുകളും ഇയാൾ നടത്തിയതായാണ് അറിയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. പലിശയ്ക്ക് പണം നൽകിയതായും ആരുടെയൊക്കെയോ ഇടനിലക്കാരനാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പോറ്റിയുടെ കൈകൾ ശുദ്ധമല്ലെങ്കിൽ അതിന്റെ കറ സംസ്ഥാനവും ദേവസ്വം ബോർഡും ഭരിക്കുന്നവരുടെ കൈകളിലും ഉണ്ടാകും. പോറ്റി എവിടെയാണെന്ന് കണ്ടെത്തി ചോദ്യം ചെയ്യുന്നതിന് പകരം നടപടികൾ വെച്ച് താമസിപ്പിക്കുന്നത് പല സംശയങ്ങളും ഉയർത്തുന്നുണ്ട്. പരസ്പരം സംരക്ഷിക്കുന്ന വിധത്തിൽ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ പോറ്റിയെ പറഞ്ഞ് പഠിപ്പിക്കുകയാവും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തതോടെ അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ച് വോട്ട് നേടാനാണ് പിണറായി സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിച്ചത്. പമ്പയിൽ നടത്തിയ അയ്യപ്പ ഭക്ത സംഗമം ഇതിന്റെ ഭാഗമായിരുന്നു. ഇത് വൻ പരാജയമായി മാറി. എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തികഞ്ഞ ഭക്തനാണെന്നും ശബരിമലയുടെ കാര്യത്തിൽ സർക്കാർ മുൻ നിലപാടുകൾ മാറ്റിയെന്നുമൊക്കെ ചിലരെ കൊണ്ട് പറയിപ്പിച്ച് ഭക്തരെ തുടർന്നും കബളിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ഇതിനേറ്റ കനത്ത തിരിച്ചടിയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കെന്ന് പറഞ്ഞ് കടത്തിക്കൊണ്ടുപോയി കാണാതായ വിവരം പുറത്തായത്. അയ്യപ്പസ്വാമിയെ അറിഞ്ഞ് തന്നെയാവും ഇതൊക്കെ സംഭവിക്കുന്നത്. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നാണല്ലോ പറയാറുള്ളത്. പിണറായി സർക്കാർ ശബരിമലയെയും അയ്യപ്പസ്വാമിയെയും നിന്ദിക്കുകയാണ്. അതിന്റെ ഫലം അവർ അനുഭവിച്ചേ തീരൂ.